മനുഷ്യൻ അവന്റെ ശരീരത്തിലെ ഒരു അവയവം പോലെയോ അല്ലെങ്കിൽ ഒരു പടി മുകളിലോ ആയിട്ടാണ് മൊബൈൽ ഫോണുകളെ കാണുന്നത്. അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ വിപ്ലവകരമായ ഒരു വലിയ കുതിപ്പുമായി ഒരു മൊബൈൽ ബ്രാൻഡ്, അതെ വിവോ തന്നെ, മറ്റ് ബ്രാൻഡുകളെയെല്ലാം തന്നെ പിന്തള്ളിക്കൊണ്ട് ഈ വർഷവും വിവോയാണ് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഒരു മൊബൈൽ ബ്രാൻഡ്. 2015 കൂടിയാണ് വിവോ ഇന്ത്യയിലേക്ക് കാലെടുത്ത് വെച്ചത്. അതേസമയം തന്നെ കേരളത്തിലും അവർ സ്റ്റാർട്ട് ചെയ്യും. 2015 മുതൽ ഈ സമയം വരെ വിവോയുടെ വളർച്ചയിൽ അവർക്ക് തിരിഞ്ഞു നോക്കേണ്ട ഒരു ആവശ്യം തന്നെ വന്നിട്ടില്ല. കാരണം അവർ നൽകുന്ന പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി തന്നെയാണ്. വിവോ അവർ പുറത്തിറക്കുന്ന ഓരോ ഡിവൈസിനും കൊടുക്കുന്ന വിശ്വാസതയും ആത്മാർത്ഥതയും അതേ അളവിൽ തന്നെ അത് വാങ്ങുന്ന കസ്റ്റമറിലേക്കും എത്തിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഫലമാണ് ഇതേവരെ കണ്ടുവരുന്ന വിവോയുടെ സക്സസ്, വിജയം എന്ന് പറയാം. വിവോ നൽകുന്ന ലോങ് ലാസ്റ്റിംഗ് ഡ്യൂറബിലിറ്റിയാണ് കസ്റ്റമർക്ക് വിവോയിലുള്ള വിശ്വാസം. വിവോയ്ക്ക് എല്ലാ പ്രൈസ് റേഞ്ചിലും മൊബൈൽ ഫോണുകളുണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വൈ സീരീസുകൾ, അവരുടെ യൂണിക് മോഡലായിട്ടുള്ള വി സീരീസുകൾ, പ്രീമിയം മോഡലായിട്ടുള്ള എക്സ് സീരീസുകൾ, ഇതൊക്കെയാണ് വിവോയുടെ പടയാളികൾ. മാർക്കറ്റിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഏതൊരു സെല്ലിംഗ് യൂണിറ്റ് ആണെങ്കിലും വിവോ എന്ന ബ്രാൻഡ് ഇല്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് എത്തിക്കഴിഞ്ഞു. അതുതന്നെയാണ് വിവോയുടെ വിജയം എന്ന് പറയുന്നത്. ജർമ്മൻ കമ്പനിയായ സെയ്സുമായി കൊളാബറേറ്റ് ചെയ്തിട്ടാണ് വിവോയുടെ ഫോട്ടോഗ്രാഫി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നത്. നിലവിൽ ഇതുവരെ ഒരു ബ്രാൻഡുകൾക്കും വിവോയുടെ ഫോട്ടോഗ്രാഫിയിൽ ചലഞ്ച് ചെയ്യാൻ ഇന്നേ വരെ സാധിച്ചിട്ടില്ല എന്നുള്ളതും വിവോയുടെ വലിയൊരു വിജയമാണ്. വിവോയിൽ നിന്നും പുതിയ മോഡലുകൾ പ്രതീക്ഷിച്ചുകൊണ്ടും പുതിയ ഇന്നോവേഷനുകൾ പ്രതീക്ഷിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു. ആകേഷ് മന്മഥൻ, റിപ്പോർട്ടർ ഹബ്, സേവ് എ ചിൽഡ്രൻ. താങ്ക് യു.